എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ സ്പർശിലെ ബഡേ ഭായ് സാഹബ് എന്ന ചാപ്റ്ററിലെ ഭാഷാ അധ്യയനിലെ 4th ക്വസ്റ്റ്യൻ ആണ്. സകർമ്മക്രിയ അകർമ്മക്രിയ ആണ്. അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ മുമ്പായിട്ട് ഞാൻ കുറച്ച് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 4th ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ സകർമ്മക് ഓർ അകർമ്മക് ക്രിയ. അപ്പോൾ ക്രിയ രണ്ട് തരത്തിലുണ്ട്. ക്രിയ ദോ പ്രകാർക്കെ ഹോത്തി ഹെ. അത് ചാപ്റ്ററിലുണ്ട് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സകർമ്മക്കും ഒന്ന് അകർമ്മക്കും. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സകർമ്മക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ എന്ന് വെച്ചാൽ എന്താണ് സഹ് എന്ന് വെച്ചാൽ സാത്ത് കൂടെ. അപ്പോൾ സകർമ്മക് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കർമ്മം ഉണ്ടാവും, കർമ്മക്കെ സാത്ത്. അകർമ്മക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നർത്ഥം. നമ്മൾ പൊതുവെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഉപസർഗമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഉപസർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡ്സിൻ്റെ ആദ്യം ആഡ് ചെയ്യണത് അല്ലേ. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഇല്ല എന്നുള്ള മീനിങ് വരും, പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള മീനിങ് വരും കൂടുതലായിട്ടും അല്ലേ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗ്യാൻ അല്ലെങ്കിൽ ജ്ഞാൻ, നമ്മൾ മലയാളികൾ ജ്ഞാൻ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്യാൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അഗ്യാൻ. ഗ്യാൻ എന്ന് വെച്ചാൽ അറിവ്, അജ്ഞാൻ എന്ന് വെച്ചാൽ അറിവില്ലായ്മ. അപ്പോൾ എന്ന് ചേർത്തിയപ്പോൾ എന്തായി? അതിന് നെഗറ്റീവായി അല്ലേ. അപ്പോൾ അതേപോലെ ഞാൻ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയാണ്. കർമ്മക്ക് എന്ന് വെച്ചാൽ കർമ്മക്കെ സാത്ത്, കർമ്മം ഉള്ളത്. കർമ്മക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കർമ്മം ഇല്ലാത്തത്. ബിനാ കർമ്മക്കെ അല്ലെങ്കിൽ കർമ്മക്കെ ബിന. ഇപ്പം നമ്മൾ ഇനിയൊരു വേർഡ് പറയണമെങ്കിൽ യോഗ്യ അയോഗ്യ. എന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും, വിശ്വാസ് അവിശ്വാസ്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇല്ല എന്നർത്ഥം, പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണെന്നർത്ഥം. അപ്പോൾ സകർമ്മക്ക് ക്രിയ എന്താണെന്ന് നോക്കാം. ജഹാ ക്രിയ കാ അസർ കർത്താ മേ ന പढ़कर कर्म में पड़ता है उसे सकर्मक ക്രിയ कहलाती है. അപ്പോൾ ഇവിടെ നമുക്കൊരു സെൻറ്റൻസിൽ നമുക്ക് കർത്താവ് ഉണ്ടാവും, കർമ്മ ഉണ്ടാവും, ക്രിയ ഉണ്ടാവും. കർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ സബ്ജക്റ്റ്. നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് വെർബ് പഠിക്കില്ലേ, അത് തന്നെയാണ് ഈ സകർമ്മക് അകർമ്മക് ക്രിയ എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ അതിൽ ഒരു സെൻറ്റൻസിൽ മെയിനായിട്ട് അതിൻ്റെ സബ്ജക്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെർബ് എന്നുള്ളതാണ് ക്രിയ എന്ന് ഹിന്ദിയിൽ പറയണത്. അപ്പോൾ ആ സബ്ജക്റ്റിനെയാണ് ഇവിടെ കർത്ത എന്ന് പറയുന്നത്. ക്രിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബ് നമ്മൾ എന്താ ചെയ്യണത് അതാണ് ക്രിയ. നമ്മൾ തിന്നെ, കുടിക്കുക, ചാടുക, ഓടുക, നോക്ക്, എന്താ ചെയ്യണ വെച്ചാൽ അതിനെയാണ് ക്രിയ അഥവാ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കർത്താവ് ഉണ്ടാവും, ക്രിയ ഉണ്ടാവും, അതുകൂടാതെ കർമ്മവും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് സകർമ്മ ക്രിയ. ജഹാ ക്രിയ കാ അസർ, ആ ക്രിയ എന്താ നമ്മൾ കാര്യം ചെയ്യുന്നു അതിൻ്റെ അസർ, അതിൻ്റെ എഫക്റ്റ് കർത്താമേ ന പढ़कर. കർത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ എഫക്റ്റ് ചെയ്യാതെ കർമ്മമേ പെടുത്താ ഹെ, ആ കർമ്മത്തിൻ്റെ മേലെയാണ് അതിൻ്റെ കണക്ഷൻ എന്നെങ്കിൽ, കർമ്മത്തിലാണ് അതിൻ്റെ എഫക്റ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഉസെ സകർമ്മക്രിയ കഹലാത്തി ഹെ, അതിന് സകർമ്മക്രിയ എന്ന് നമ്മൾ പറയും. അപ്പോൾ സകർമ്മക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കർമ്മക്കെ സാത്ത്, അകർമ്മക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മക്കെ ബിന. നമ്മൾ എക്സാമ്പിൾസ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. രാജു ആം ഖാത്ത ഹെ. ഇപ്പം രാജു ആം ഖാത്ത ഹെ, രാജു എന്നുള്ളതൊരു പേരാണ്. അപ്പം നമ്മളെന്താ സംജ്ഞ എന്ന് പറയും അല്ലേ, അതിന് നൗൺ അല്ലേ അത്. ആമും നൗണാണ് അതിൽ. ഖാത്താഹ എന്നുള്ളത് എന്താണ്? അത് വെർബാണ് അഥവാ ക്രിയ. പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ സകർമ്മക് അകർമ്മക് എന്ന് പറയുന്ന സമയത്ത് രാജു എന്നുള്ളത് കർത്ത, നമ്മുടെ മെയിൻ സബ്ജക്റ്റാണ് രാജു, കർത്ത. ആം എന്നുള്ളതാണ് കർമ്മ, ഖാത്താഹെ എന്നുള്ളതാണ് ക്രിയ. ഖാത്താഹെ ക്രിയ എന്നുള്ളതിന് ഡൗട്ടൊന്നുമില്ലല്ലോ. പിന്നെ മെയിൻ സബ്ജക്റ്റ് രാജു കർത്ത, അതും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ആം കർമ്മ എന്നുള്ളതാണ് കൺഫ്യൂഷൻ അല്ലേ. അപ്പം നമുക്കിതിന് ഇനിയൊരു ഹിൻറ്റും കൂടിയുണ്ട്, ഇനിയൊരു ടിപ്പും കൂടിയുണ്ട്. അത് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ എന്താണ് വെർബ്, എന്താണ് ക്രിയ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ ക്യാ കിസ്കോ എന്ന് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. ക്യാ എന്ന് വെച്ചാൽ എന്ത്, കിസ്കോ എന്ന് വെച്ചാൽ ആർക്ക്, അല്ലെങ്കിൽ ആരെ എന്നൊക്കെ പറയാം. അപ്പോൾ എന്ത് പിന്നെ ആർക്ക് എന്ന് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം നമ്മൾ. അപ്പോൾ അതിന് നമുക്ക് മറുപടി കിട്ടുന്നുണ്ടെങ്കിൽ, അതിന് നമുക്ക് റിപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ, അതിൽ ഉത്തരമുണ്ട് എന്നുണ്ടെങ്കിൽ അത് സകർമ്മക്കാണ്. അതിൻ്റെ അർത്ഥം കർമ്മം ഉണ്ട്. അത് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അകർമ്മക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഖാത്താ ഹെ എന്ന് പറയുന്ന സമയത്ത് തിന്നുന്നു അല്ലെങ്കിൽ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ക്യാ ഖാത്താ ഹെ, എന്താണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ കിസ്കോ ഖാത്താ ഹെ, ഏതെങ്കിലും ഒന്നിന് മറുപടി ആണെന്നുണ്ടെങ്കിൽ സകർമ്മക്കാണ് കേട്ടോ. അപ്പോൾ ക്യാ ഖാത്താ ഹെ എന്നാണ് നമുക്കിവിടെ ചോദിക്കാൻ പറ്റുക. അപ്പോൾ ക്യാ ഖാത്താ ഹെ,
ആം ഖാത്താ ഹെ. ഇപ്പോൾ രാജു ക്യാ ഖാത്താ ഹെ? ആം ഖാത്താ ഹെ. ആ ആം എന്നുള്ളതാണ് അപ്പോൾ കർമ്മ. അപ്പോൾ അത് സക്കർമ്മക്കാണ്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് ഞാൻ ഇപ്പുറത്ത് വേറെ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, രാജു ഖാത്താ ഹെ എന്ന് പറയുന്ന സമയത്ത് രാജു കർത്തയായി, ഖാത്താ ഹെ ക്രിയയായി. അപ്പോൾ ക്യാ ഖാത്താ ഹെ, അതിൽ ഉത്തരം നമുക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്നതാണ് അകർമ്മക്ക് ക്രിയ. പിന്നെ അടുത്തത് മീര ഖീർ ബനാത്തി ഹെ. മീര പായസം ഉണ്ടാക്കുന്നു. മീര ഖീർ ബനാത്തി ഹെ. അപ്പോൾ മീര എന്നുള്ളത് കർത്തയായി, ബനാത്തി ഹെ എന്നുള്ളത് ക്രിയ, വെർബാണ്, ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ക്യാ ബനാത്തി ഹെ? ഖീർ ബനാത്തി ഹെ. അപ്പോൾ ഖീർ കർമ്മ. അപ്പോൾ അതവിടെ എന്തായി? സകർമ്മക്കായി. അടുത്തത് മീര ബനാത്തി ഹെ എന്ന് മാത്രം പറയുകയാണെങ്കിലോ, മീര ഉണ്ടാക്കുന്നു. അപ്പോൾ ക്യാ ബനാത്തി ഹെ? നമുക്കതിന് ഉത്തരമില്ല. അപ്പോൾ അത് അകർമ്മക്കാണ്. അടുത്ത എക്സാമ്പിൾ, രാമിനെ ഖാന ഖായ. രാമൻ ഭക്ഷണം കഴിച്ചു. രാമ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ക്യാ ഖായ? അപ്പോൾ ഖാന. എന്താ കഴിച്ചത്? ഖാന. അപ്പോൾ രാം കർത്ത, ഖാന കർമ്മ, ഖായ എന്നുള്ളത് ക്രിയ. അപ്പോൾ നമുക്കതിന് ഉത്തരം കിട്ടുന്നുണ്ട്. എന്ത് കഴിച്ചു? ഖാന. അപ്പോൾ അത് സകർമ്മക്കാണ്. അടുത്തത് ജാനകിനെ പത്ര പട. ജാനകി ലെറ്റർ വായിച്ചു. അപ്പോൾ ജാനകി എന്നുള്ളത് കർത്ത, അപ്പോൾ പട എന്നുള്ളത് ക്രിയ. അപ്പോൾ ക്യാ പട? എന്ത് വായിച്ചു? ലെറ്റർ, പത്ര. അപ്പോൾ പത്ര എന്നുള്ളത് കർമ്മ. അപ്പോൾ നമുക്കതും സകർമ്മക്കാണ്. അതിന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. അടുത്തത് രാം നെ രാവൺ കോ മാറ. രാമൻ രാവണനെ കൊന്നു. അപ്പോൾ ഇവിടെ രാം എന്നുള്ളത് എന്താണ്? നമ്മുടെ മെയിൻ സബ്ജക്റ്റാണ്, അതായത് കർത്ത ആണ്. പിന്നെ മാറ എന്നുള്ളത് എന്താണ്? അവിടെ വെർബാണ്, ആക്ഷൻ വേർഡ്സ് അല്ലേ, വെർബാണ്, ക്രിയയാണ്. അപ്പോൾ രാംനെ രാവൺ കോ മാറ. ക്യാ മാറ? അപ്പം നമുക്ക് അതിന് ഉത്തരമില്ല. ക്യാ മാറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തടിച്ചു എന്ന് വെച്ചാൽ നമുക്കില്ല. പക്ഷെ കിസ്കോ മാറ എന്ന് ചോദിക്കുന്ന സമയത്ത് രാവൺ കോ മാറ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. കിസ്കോ മാറ, രാവൺ കോ മാറ. അപ്പോൾ നമുക്കിത് സകർമ്മക്ക് എന്ന് പറയാൻ പറ്റും ഇതിന്. പിന്നെ ഇതിൽ നമുക്ക് പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും എല്ലാം വരും. പിന്നെ നിങ്ങളിപ്പോൾ ഈ രാംനെ ഖാന ഖായ, ജാനകീനെ, രാംനെ രാവൺ കോ മാറ, ഇതെല്ലാം നേ പ്രത്യയി വെച്ചിട്ടുണ്ട്. നേ. അപ്പം നേ എന്ന് എവിടെയാണ് വെക്കുക എന്നുള്ളതും കൂടി ഞാൻ ഈ സെൻറ്റൻസിൽ പറഞ്ഞു തരാം. നമ്മൾ നേന്ന് പാസ്റ്റ് ടെൻസിലാണ് വെക്കുക. നമ്മൾ കഴിഞ്ഞു പോയത് ഭൂതകാലത്തിലാണ് നമ്മൾ നേ പ്രത്യയം വെക്കുക. അതും നമ്മൾ എങ്ങനെയാണ് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഖായാന്ന് വെർബ് വരുന്ന സമയത്ത് നമുക്കതിന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് ആരെ കഴിച്ചു, കഴിച്ചു, ഭക്ഷണത്തിനെ കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കവിടെ അത് ഭൂതകാലത്ത് കേട്ടോ, പാസ്റ്റിൽ മാത്രം, പാസ്റ്റ് ടെൻസിൽ മാത്രം, പ്രസൻറ്റിൽ ഫ്യൂച്ചറിലൊന്നും വെക്കില്ല. നമുക്കങ്ങനെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നേ വെക്കണം. ഇപ്പോൾ ജാനകിനെ പത്രപ്പെട എന്നുള്ളത് ക്യാ പട പത്ര. അപ്പോൾ നേ അവിടെ തീർച്ചയായിട്ടും വെക്കണം. അപ്പോഴേ അവിടെ സെൻറ്റൻസ് ശരിയാവുള്ളൂ. പിന്നെ രാമിന് രാവൺ കോ മാറ, കിസ്കോ മാറ, ഇതേ തന്നെ ക്യാ കിസ്കോന്ന്. അപ്പോൾ നമുക്കവിടെ ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നേന്ന് തീർച്ചയായിട്ടും വേണം. അത് പാസ്റ്റ് ടെൻസിൽ മാത്രം. പിന്നെ അതുകൂടാതെ ഈ നേ പ്രത്യയം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഖായ പട മാറ എന്നൊക്കെ ഇല്ലേ, അതെല്ലാം നമുക്ക് കർമ്മത്തിനനുസരിച്ച് അതിൻ്റെ സ്ത്രീലിംഗം പുല്ലിംഗം എന്നുള്ളത് ചേഞ്ച് ആവും. ഇപ്പോൾ രാമിനെ ഖാന ഖായ എന്ന് പറയുന്ന സമയത്ത് രാം പിന്നെ പുല്ലിംഗം തന്നെയാണ്. അപ്പം നമ്മൾ ഖായ എന്ന് പറഞ്ഞു. പക്ഷേ അതല്ല ഇവിടെ അർത്ഥം. ഖാന എന്നുള്ളത് പുല്ലിംഗമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ വെർബ് മാറും. ഇപ്പോൾ രാമിനെ നമ്മൾ ഖാന മാറ്റി റൊട്ടി എന്നാക്കുമെന്ന് വിചാരിച്ചോ. അപ്പോൾ രാമിനെ റൊട്ടി ഖായ എന്ന് പറയില്ല, ഖായി. എന്തുകൊണ്ട് വെച്ചാൽ റൊട്ടി സ്ത്രീലിംഗമാണ്. അപ്പോൾ ആ കർമ്മം എന്താണോ, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ, അതിനനുസരിച്ചിട്ട് ആ ക്രിയയും മാറുന്നതായിരിക്കും. ഇപ്പം ജാനകിനെ പത്രപട, ആക്ച്വലി ജാനകി സ്ത്രീലിംഗം അല്ലേ, പെണ്ണല്ലേ. പക്ഷേങ്കിൽ പഠീന്ന് എന്തുകൊണ്ട് പറയുന്നില്ല നമ്മൾ? നേ പ്രത്യയം വന്നിട്ടുണ്ടെങ്കിൽ, നേ പ്രത്യയം അല്ല, പത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ലെറ്ററാണ്. അപ്പോൾ പത്ര എന്ന് പറയണത് പുല്ലിംഗമാണ്. അപ്പോൾ നേ പ്രത്യയവും വന്ന് പിന്നെ അടുത്തത് പുല്ലിംഗമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ക്രിയയും മാറും. സ്ത്രീലിംഗമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്രിയ മാറും. ഇപ്പം ഞാൻ എക്സാമ്പിൾ മോളിൽ പറഞ്ഞില്ലേ, രാമിന് റോട്ടി എന്ന് പറയുമ്പോൾ കായ എന്ന് പറയില്ല, കായി. ഇപ്പം ജാനകിനെ പത്ര, ജാനകി സ്ത്രീലിംഗമാണ്, എന്നാലും പത്ര പുല്ലിംഗം ആയതുകൊണ്ട് പഠി എന്ന് പറയില്ല, പഠ. അടുത്തത് രാമിന് രാവൺ കോ മാറ. അതും എന്താണ്? രാവൺ കോ എന്ന് പറയുന്നത് പുല്ലിംഗമാണ് വരുന്നത്, അതുകൊണ്ട് മാറാൻ തന്നെയാണ്. പിന്നെ അടുത്തത് അകർമ്മക്രിയ.
അകർമ്മക്രിയയിൽ അകാർമ്മക്ക് എന്നല്ല കേട്ടോ, ഈ കായിൻ്റെ അടുത്ത് ആയിൻ്റെ മാത്രമില്ല, അത് ടൈപ്പിംഗ് എറർ വന്നതാണ്. ജഹാ ക്രിയ കാ അസർ കർത്താ മേ പड़ता है उसे അകർമ്മ ക്രിയ कहलाती है, इसमें കർമ്മ नहीं होती. എവിടെയാണോ ക്രിയയുടെ എഫക്റ്റ് ഡയറക്റ്റ് കർത്താവിൽ വരുന്നത്, കർത്താവായിട്ട് കണക്ഷൻ വരുന്നത്, ഡയറക്റ്റ് സബ്ജക്റ്റായിട്ട് കണക്ഷൻ വരുന്നത്, അതിൽ കർമ്മമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അതിനെ നമ്മൾ അകർമ്മക്രിയ എന്ന് പറയും. അതായത് കർമ്മം അവിടെ ഇല്ല, ബിനാ കർമ്മക്കെ, കർമ്മം അവിടെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ബച്ച റോത്താ ഹെ എക്സാമ്പിൾ, കുട്ടി കരയുന്നു. അപ്പോൾ ക്യാ റോത്താ ഹെ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതിന് മറുപടി ഇല്ല അവിടെ, അല്ലേ? ക്യാ റോത്താ ഹെ ചോദിച്ചാൽ മറുപടി ഇല്ല. കോൻ എന്നുള്ളതാണ് ബച്ച, അല്ലേ? ക്യായിനല്ല മറുപടി. പക്ഷേ ഇങ്ങനെയുള്ളതിൽ ചിലത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനത്തുള്ള എക്സാമ്പിൾസ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ബച്ച റോത്താ ഹെ, ക്യാ റോത്താ ഹെ മറുപടി ഇല്ല, അതുകൊണ്ടത് അകർമ്മക്കാണ്. അപ്പോൾ ബച്ച കർത്ത ആണ്, റോത്താ ഹെ ക്രിയ ആണ്. അടുത്തത് ലടുക്ക ഖേൽത്താ ഹെ, ആൺകുട്ടി കളിക്കുന്നു. അപ്പോൾ ക്യാ ഖേൽത്താ ഹെ, ലടുക്ക എന്ന് പറഞ്ഞാൽ കർത്ത, ഖേൽത്താ ഹെ ക്രിയ. അപ്പോൾ ക്യാ ഖേൽത്താ ഹെ നമുക്ക് മറുപടിയില്ല, അല്ലേ? അപ്പോൾ ലടുക്ക ഫുട്ബോൾ ഖേൽത്താ ഹെ എന്ന് പറയണമെന്നുണ്ടെങ്കിലോ അപ്പോൾ അത് സകർമ്മക്കായി മാറും. വെറും ലടുക്ക ഖേൽത്താ ഹെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മറുപടിയില്ല, അതുകൊണ്ട് അത് അകർമ്മക്കാണ്. പിന്നെ അടുത്തത് പൂജ ദൗഡ്തി ഹെ, അപ്പോൾ പൂജ ഓടുന്നു. അപ്പോൾ ക്യാ ദൗഡ്തി ഹെ, പൂജയാണ്. അപ്പോൾ കോൻ എന്നുള്ളതിനാണ് ഉത്തരം പൂജ, അപ്പോൾ അതൊക്കെ അകർമ്മക്കാണ്. രാഹുൽ ലിഖ്താ ഹെ, രാഹുൽ എഴുതുന്നു. അപ്പോൾ അതിനും ക്യാ ലിഖ്താ ഹെ മറുപടിയില്ല, നമുക്ക് അകർമ്മക്ക്. ലഡ്കി പഠ് റഹി ഹെ, പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്യാ പഠ് റഹി ഹെ, ക്യാ പഠ് റഹി ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവില്ല, അതും അകർമ്മക്കാണ്. കുത്ത ഭോക്താ ഹെ, പട്ടി കുരയ്ക്കുന്നു. അപ്പോൾ ക്യാ ഭോക്താ ഹെ, ഇവിടെ ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ക്യാ ഭോക്താ ഹെ എന്താണ് കുരയ്ക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറെ പൂജ, രാഹുൽ അല്ലെങ്കിൽ അവൻ ഇവൻ എന്നൊന്നും അല്ലാത്തതുകൊണ്ട് കുത്താന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഓ ഇത് ക്യാ ഭോക്താ ഹെ, എന്താണ് കുരയ്ക്കണത് പറഞ്ഞാൽ പട്ടിയാണ് കുരയ്ക്കണമെന്ന് ആൻസർ കറക്റ്റ് അല്ലേ എന്ന്. പക്ഷേ അല്ല, കുത്ത എന്നുള്ളത് നമ്മളുടെ മെയിൻ സബ്ജക്റ്റാണ്, അത് കർമ്മം അല്ല. അടുത്തത് ഫൂൽ ഖിൽത്താ ഹെ, പൂവ് വിടരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് ഡൗട്ട് തോന്നാം. ഇപ്പോൾ ക്യാ ഖിൽത്താ ഹെ, ഫൂളിന് മറുപടി കിട്ടുന്നുണ്ടല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും, അതാണ് പറയുന്നത്, കൺഫ്യൂഷൻ ആവും. പക്ഷേ ഇത് അകർമ്മക്കാണ്, ഇതിൽ കർമ്മമില്ല. ഫൂൾ എന്നുള്ളത് നമ്മുടെ ഇവിടെ മെയിൻ സബ്ജക്റ്റാണ്, അതായത് കർത്താണ്, അതുകൊണ്ട് ഇത് അകർമ്മക്കിൽ വരും. ബില്ലി ആയി, ക്യാ ആയി, ആര് വന്നു, ബില്ലി എന്ന് മറുപടി പറയാൻ പറ്റില്ല, അപ്പോൾ ഇതും അകർമ്മക്കാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഭാഷാ അധ്യയനിലെ 4th ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയായെ മുഖ്യതः 2 प्रकार की होती है, സകർമ്മക് और അകർമ്മക്. ക്രിയ മുഖ്യമായിട്ടും പ്രധാനമായിട്ടും 2 തരത്തിലുള്ളതുണ്ട്, സകർമ്മക്കും അകർമ്മക്കും. സകർമ്മക്രിയ എന്ന് വെച്ചാൽ വാക്യമേ ജിസ് ക്രിയ के प्रयोग में कर्म की अपेक्षा रहती है उसे സകർമ്മക്രിയ कहते हैं. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ, വാക്യമേ സെൻറ്റൻസിൽ, ജിസ് ക്രിയാമേ ഏത് ക്രിയയിലാണോ, ക്രിയ എന്ന് വെച്ചാൽ വെർബ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഏത് ക്രിയയിലാണോ, ക്രിയയുടെ പ്രയോഗത്തിലാണോ, ക്രിയാക്കെ പ്രയോഗമേ പറഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അത് ഉപയോഗിക്കുന്ന സമയത്ത്, കർമ്മക്ക് അപേക്ഷ രഹത്തി ഹേ, കർമ്മ ആവശ്യമായിട്ട് വരുന്നത്. അപേക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്, അതിൻ്റെ ആവശ്യം, കർമ്മം ആവശ്യമായിട്ട് വരുന്നത് അഥവാ കർമ്മത്തിൻ്റെ പ്രസൻസ് ഉള്ളത്, ഉസെ സകർമ്മക്രിയ कहते हैं, അതിനെ സകർമ്മക്രിയ എന്ന് പറയുന്നു. അതായത് കർമ്മം ഉള്ളത്, അപ്പോൾ ക്രിയ കർമ്മത്തിനോടാണ് കണക്റ്റഡ്. ജैसे അതിൻ്റെ എക്സാമ്പിൾ, ഷീലാനെ സേബ് ഖായ, ഷീല ആപ്പിൾ കഴിച്ചു. അപ്പോൾ ഇവിടെ ഖായ എന്നുള്ളതാണ് അതിന് വെർബ് അഥവാ ക്രിയ, ഷീല എന്നുള്ളതാണ് കർത്ത. അപ്പോൾ ക്യാ ഖായ, എന്ത് കഴിച്ചു, സേബ് ഖായ, ആപ്പിൾ കഴിച്ചു. അപ്പോൾ നമുക്കവിടെ മറുപടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, സകർമ്മക്കാണ്. സേബ് എന്നുള്ളത് കർമ്മമാണ്. ഇവിടെ നേ വന്നിട്ടുണ്ട്. പിന്നെ സേബ് എന്നുള്ളത് പുല്ലിംഗമാണ്, ശീല സ്ത്രീലിംഗമാണ് അല്ലേ, ശീല എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ പേരല്ലേ, എന്നിട്ടും സേബ് ഖായ എന്ന് പറയുന്നത്, ഖായി എന്ന് പറയണില്ല. എന്തുകൊണ്ടാണ്, നേ പ്രത്യയം വന്നു. നേ പ്രത്യയം എന്തുകൊണ്ടാണ് വന്നത്, പാസ്റ്റ് ടെൻസിലേ വരുള്ളൂ, നമുക്കത് സകർമ്മക്കിൽ പാസ്റ്റ് ടെൻസിലേ വരുള്ളൂ അത്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മം ഏത് ലിംഗമാണോ അതിനനുസരിച്ച് ക്രിയയുടെ ലിംഗവും മാറും, സെയിം ആകും. അപ്പം സേബ് എന്നുള്ളത് പുല്ലിംഗമാണ്, അപ്പം ഖായ എന്നുള്ളതും പുല്ലിംഗമായി, ഖായി എന്ന് എഴുതാൻ പാടില്ല. അടുത്തത് മോഹൻ പാനി പീ രഹാ ഹെ, മോഹൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഇതിലെന്താണ് പീ രഹാ ഹെ എന്നുള്ളതാണ് ക്രിയ, മോഹൻ എന്നുള്ളത് കർത്ത. അപ്പോൾ ക്യാ പീ രഹാ ഹെ, എന്ത് കുടിക്കുന്നു, പാനി. അപ്പോൾ അതിന് നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ അത് സകർമ്മക്കാണ്. പീ രഹാ ഹെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, പ്രസൻറ്റ് ടെൻസ് ആണ്, കുടിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ വർത്തമാൻകാൽ എന്ന് ഹിന്ദിയിൽ പറയും. അപ്പം നമുക്കവിടെ നേന്നൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ആ കൺഫ്യൂഷനൊന്നും ഇവിടെ ഇല്ല. അടുത്തത് അകർമ്മക്രിയ. വാക്യമേ ജിസ് ക്രിയാക്കെ പ്രयोग में कर्म की अपेक्षा नहीं होती. വാക്യത്തിൽ അഥവാ സെൻറ്റൻസിൽ ജിസ് ക്രിയാക്കെ പ്രयोग में, ഏത് ക്രിയ പ്രയോഗിക്കുമ്പോൾ അഥവാ യൂസ് ചെയ്യുമ്പോൾ, ഉപയോഗിക്കുമ്പോഴാണോ, ഏത് വെർബ് യൂസ് ചെയ്യുമ്പോഴാണോ നമുക്ക് കർമ്മയ്ക്ക് അപേക്ഷ നഹി ഹോത്തി, കർമ്മത്തിൻ്റെ ആവശ്യം ഇല്ലാത്തത് അഥവാ അവിടെ കർമ്മം ഇല്ല, ആബ്സെൻസ് ഓഫ് കർമ്മ ഇല്ലാത്തത് ഉസെ അകർമ്മക്രിയ കഹത്തെ ഹെ, അതിനെ അകർമ്മക്രിയ എന്ന് പറയുന്നു. ജैसे ഷീല ഹസ്തി ഹെ, ഷീല ചിരിക്കുന്നു. ഇവിടെ നമുക്ക് എന്താണ്, ഇതും പ്രസൻറ്റ് ടെൻസ് ആണ് അഥവാ പിന്നെ വർത്തമാൻ കാലാണ്. ഹസ്തി ഹെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിരിക്കുന്നു. അപ്പോൾ ക്യാ ഹസ്തി ഹെ എന്ന് പറഞ്ഞാൽ നമുക്കതിനൊന്നും ഉത്തരവില്ല. ബച്ച റോ രഹാ ഹെ, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്യാ റോ രഹാ ഹെ, അതിന് നമുക്ക് ഉത്തരവില്ല. അപ്പോൾ ഇത് അകർമ്മക്കാണ്. അതായത് ഇത് രണ്ടിലും കർമ്മ ഇല്ല എന്ന് പറയാം. ഇനി ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. നീച്ചെ ദിയെ വാക്യോമേ കോൺസി ക്രിയ ഹെ, സകർമ്മക് യാ അകർമ്മക്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ നമ്മൾ സകർമ്മക്കാണോ അകർമ്മക്കാണോ എന്ന് എഴുതണം. ആദ്യത്തെ ഉനോനെ വഹി ഹാത്ത് പക്കഡ് ലിയ, അദ്ദേഹം അവിടെ തന്നെ കൈ പിടിച്ചു. അപ്പോൾ ഇതിൽ കർത്ത എന്താണ്, ഉനോനെ. പക്കഡ് ലിയ എന്നുള്ളതാണ് ഇതിൽ ക്രിയ, വെർബ് അല്ലേ, ചെയ്യുന്ന കാര്യം എന്താണ്, പക്കഡ് ലിയ, പിടിച്ചു എന്നുള്ളത്. അപ്പോൾ ക്യാ പക്കഡ് ലിയ, എന്ത് പിടിച്ചു, ഹാത്ത് പക്കഡ് ലിയ. അപ്പം എന്താണിത്, സകർമ്മക്കാണ്. അടുത്തത് ഫിർ ചോരോസി ജീവൻ കട്ട്നെ ലഗ, പിന്നെയും കള്ളന്മാരെ പോലുള്ള ജീവിതം പിന്നെ സ്പെൻഡ് ചെയ്ത് തുടങ്ങി, അങ്ങനെ ആയി തുടങ്ങി. അപ്പോൾ ഇവിടെ എന്താണ്, ചോരോസി എന്നുള്ളത് എന്താണ്, മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, കർത്ത ആണ്. പിന്നെ ഇവിടുത്തെ വെർബ് എന്താണ്, ക്രിയ എന്താണ്, എന്താ ചെയ്യുന്നത്, ജീവൻ കട്ട്നെ ലഗ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ട് ക്രിയ. അപ്പോൾ ക്യാ കട്ട്നെ ലഗ എന്ന് ചോദിച്ചാൽ ജീവൻ കട്ട്നെ ലഗ, അപ്പോൾ അതും സകർമ്മക്കാണ്. അടുത്തത് ഷേത്താൻ കാ ഹാൽ ബി പടാ ഹി ഹോഗ, ഷേത്താൻ്റെ അവസ്ഥയും പഠിച്ചിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഷേത്താൻ എന്നുള്ളത് കർത്ത ആണ്. പടാഹി ഹോഗ, അപ്പോൾ പടാഹി ഹോഗ എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ. അപ്പോൾ ക്യാ പടാഹി ഹോഗ, എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഹാൽ, അവസ്ഥ അല്ലേ. അപ്പോൾ അതും സകർമ്മക്കാണ്. മേ എഹ് ലതാട്ട് സുൻകർ ആസു ബഹാനെ ലഗ, ഞാൻ ഈ വഴക്കെല്ലാം കേട്ടിട്ട് കരയാൻ തുടങ്ങി. ആസു ബഹാന, കരച്ചിൽ കരയാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ക്രിയ ഏതാണ്, നമുക്ക് ബഹാനെ ലഗ്ത എന്നുള്ളതാണ് നമുക്കിവിടെ ക്രിയ. അപ്പോൾ ക്യാ ബഹാനെ ലഗ്ത, ആസു ബഹാനെ ലഗ്ത. അപ്പോൾ ആസു എന്നുള്ളതാണ് ഇവിടുത്തെ കർമ്മ അല്ലേ. അപ്പോൾ ഇതും സകർമ്മക്കാണ്. അടുത്തത് സമയക്ക് പാബന്തി പർ ഏക് നിബന്ധ ലിഖോ, സമയത്തിൻ്റെ പാബന്തി അഥവാ എന്താണ്, പങ്ക്ച്വാലിറ്റി, അതിൽ ഒരു നിബന്ധ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്, എസ്സേ എഴുതണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സമയക്ക് പാബന്തി എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്, കർത്ത. അപ്പോൾ ലിഖോ എന്ന് പറഞ്ഞതാണ് ക്രിയ അഥവാ വെർബ്. അപ്പോൾ ക്യാ ലിഖോ, നിബന്ധ് ലിഖോ. അപ്പം നിബന്ധാണ് കർമ്മ, അപ്പം അതും സകർമ്മക്കാണ്. മേ പീച്ചെ ദോഡ് റഹാത്ത, ഞാൻ പിന്നാലെ ഓടുകയായിരുന്നു. മേ പീച്ചെ ദോഡ് റഹാത്ത, മേ എന്നുള്ളതാണ് ഇവിടുത്തെ കർത്ത, ദോഡ് റഹാത്ത എന്നുള്ളതാണ് ക്രിയ അഥവാ വെർബ്. അപ്പോൾ ക്യാ ദോഡ് റഹാത്ത, എന്തോടുന്നുണ്ടായിരുന്നു, നമുക്കതിന് മറുപടിയില്ല. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൽ അകർമ്മക്ക്. അപ്പോൾ മുകളിൽ എന്താണ്, ഹാത്ത്, പിന്നെ ജീവൻ, ഹാല്, ആസു, നിബന്ധ്, ഇതെല്ലാം കർമ്മാണ്. ലാസ്റ്റിൽ കർമ്മില്ല, അപ്പം അത് അകർമ്മക്ക്. അടുത്തത് ഞാൻ പ്രാക്ടീസിന് വേണ്ടി കുറച്ച് സെൻറ്റൻസ് തരാം. സകർമ്മക് യാ അകർമ്മക്. മീര സപ്ന ദേഖ്തി ഹെ, മീര സ്വപ്നം കാണുന്നു. അപ്പോൾ ക്യാ ദേഖ്തി ഹെ, സപ്ന. അപ്പോൾ അത് സകർമ്മക്കാണ്. രാഘവ് ഹസ്താ ഹെ, രാഘവ് ചിരിക്കുന്നു. ക്യാ ഹസ്താ ഹെ, നമുക്ക് മറുപടിയില്ല, എന്താണ് ചിരിക്കുന്നത്, ആരാണെന്നുള്ളതിനാണ് രാഘവ്. അപ്പോൾ അത് അകർമ്മക്ക്. വഹ് കിതാബ് പഠ് റഹാ ഹെ, അവൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പഠ് റഹാ ഹെ എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്, ക്രിയ. അപ്പോൾ ക്യാ പഠ് റഹാ ഹെ, കിതാബ്, നമുക്ക് ഉത്തരവുണ്ട്. അപ്പോൾ അത് സകർമ്മക്ക്. റാം ഗാഡി ചലാ റഹാ ഹെ, ഇവിടുത്തെ രാം എന്നുള്ളത് കർത്ത, പിന്നെ ചലാ റഹാ ഹെ എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ. അപ്പോൾ ക്യാ ചലാ റഹാ ഹെ, ഗാഡി, എന്താണ് ഓട്ടിക്കുന്നത്, വണ്ടിയാണ് രാം ഓട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് മറുപടി ഉണ്ട്. അപ്പോൾ അത് സകർമ്മക്ക്. ബച്ച റോത്താ ഹെ, കുട്ടി കരയുന്നു. ക്യാ റോത്താ ഹെ,
അപ്പോൾ മറുപടി ഇല്ല നമുക്ക്. അപ്പോൾ കോൻ എന്നുള്ളതിനാണ് ബച്ച എന്നുള്ള മറുപടി. അപ്പോൾ നമുക്ക് ഇത് അകർമ്മക്ക്. मैं खाना बनाती हूँ. അപ്പോൾ मैं എന്നുള്ളത് കർത്ത, ബനാത്തി ഹൂ എന്നുള്ളത് ക്രിയ. അപ്പോൾ ക്യാ ബനാത്തി ഹെ, ഖാന. എന്താ ഉണ്ടാക്കുന്നത്, ഖാന. അപ്പോൾ സകർമ്മക്ക്. മീന ഗീത് ഗാത്തി ഹെ. അപ്പോൾ ക്യാ ഗാത്തി ഹെ, ഗീത്. അപ്പോൾ അതും സകർമ്മക്ക്. ചോർ ഭാഗ് രഹാ ഹെ. ക്യാ ഭാഗ് രഹാ ഹെ, നമുക്കതിന് മറുപടിയില്ല. കോൺ ഭാഗ് രഹാ ഹെ ചോദിച്ചാൽ ചോർന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അകർമ്മക്ക്. വഹ് അപ്നി ഗാഡി സാഫ് കർ രഹാ ഹെ. അവൻ അവൻ്റെ വണ്ടി ക്ലീൻ ആക്കുന്നു, വൃത്തിയാക്കുന്നു. അപ്പോൾ ഇവിടെ വഹ് എന്നുള്ളതാണ് കർത്ത. അപ്പോൾ സാഫ് കർ രഹാ ഹെ എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ. അപ്പോൾ ക്യാ സാഫ് കർ രഹാ ഹെ, ഗാഡി. അപ്പോൾ അതും സകർമ്മക്ക്. മോഹിത്തിനെ നോക്കർക്കോ റുപ്പിയെ ദിയെ. മോഹിത്ത് സർവൻറ്റിന് പൈസ കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ക്രിയ എന്താണ്, ദിയെ. അപ്പോൾ ക്യാ ദിയെ, റുപ്പയെ. അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യനും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ക്യാ ദിയെ, റുപ്പയെ. അപ്പോൾ കിസ്കോ ദിയെ, നൗക്കർക്കോ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും ഇവിടെ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കർമ്മങ്ങളുണ്ട് എന്ന് അർത്ഥം. റുപ്പയെ എന്നുള്ളതും നൗക്കർ എന്നുള്ളതുമാണ് അതിൻ്റെ ആൻസർ. നൗക്കർ എന്നുള്ളതൊരു കർമ്മമാണ്, റുപ്പയെ എന്നുള്ളതൊരു കർമ്മമാണ് അല്ലേ. ക്യാ ദിയെ, റുപ്പയെ ദിയെ. കിസ്കോ ദിയെ, നൗക്കർക്കോ ദിയെ. അപ്പോൾ ഇതും സകർമ്മക്കാണ്. രാജാനെ മന്ത്രിക്കോ ധൻ ദിയ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ധൻ ദിയ, ധനം, രാജാവ് മന്ത്രിക്ക് ധനം കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ക്രിയ ഏതാണ്, ദിയ, കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ക്യാ ദിയ, ധൻ ദിയ. അപ്പോൾ അതിൽ നിന്ന് നമുക്കത് സകർമ്മക്കായി. കിസ്കോ ദിയ, മന്ത്രിക്കോ ദിയ. ആർക്ക് കൊടുത്തു, മന്ത്രിക്ക് കൊടുത്തു. അപ്പോൾ ഇത് പാസ്റ്റ് സെൻറ്റൻസ് ആണ്, പിന്നെ പാസ്റ്റ് ടെൻസിൻ്റെ സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെയും ആരെ കൊടുത്തു അല്ലെങ്കിൽ എന്തിനെ കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കതിന് ധന്ന് മറുപടി കിട്ടുന്നുണ്ട്. അപ്പം നമുക്കവിടെ നേന്ന് വെച്ചു. അപ്പം ധൻ എന്നുള്ളത് എന്താണ്, പുല്ലിംഗമാണ്. അതുകൊണ്ട് ദിയ. പക്ഷേ രാജ എന്നുള്ളതും പുല്ലിംഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. രാജ എന്നുള്ളവിടെ വല്ല സ്ത്രീലിംഗം ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. റെയിൽ ഗാഡി ചൽത്തി ഹെ, റെയിൽ ഗാഡി ഓടുന്നു. അപ്പോൾ അല്ലെങ്കിൽ ചൽത്തി ഹെ എന്ന് പറഞ്ഞാൽ റണ്ണിങ്, അപ്പോൾ ഓടുന്നു. ക്യാ ചൽത്തി ഹെ, റെയിൽ ഗാഡി. പക്ഷേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ക്യാ എന്നുള്ളതിനല്ല റെയിൽ ഗാഡി മറുപടി, കോൻ എന്നുള്ളതിനാണ് മറുപടിയായിട്ട് വരിക. അപ്പോൾ നമുക്കിതിന് മറുപടി ഇവിടെ ഇല്ല. അപ്പോൾ ഈ പിന്നെ സെൻറ്റൻസ് എന്താണ്, അകർമ്മക്കാണ്. ആക്ച്വലി ഇതിൽ കർമ്മ ഇല്ല. റെയിൽ ഗാഡി എന്നുള്ളത് കർത്ത ആയിട്ടാണ് വരിക. ചൽത്തി ഹെ എന്നുള്ളത് വെർബ് അഥവാ ക്രിയ ആയിട്ടും വരും. അടുത്തതും അതേപോലുള്ളൊരു സെൻറ്റൻസാണ് സാംപ് രേഖ്ത ഹെ. പാമ്പ് ഇഴയുന്നു. രേഖന എന്ന് വെച്ചാൽ ക്രോളിങ്, ഇഴയുക. അപ്പോൾ രേഖ്ത ഹെ എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയ അഥവാ വെർബ്. സാമ്പ് എന്നുള്ളത് കർത്ത ആണ്. അപ്പോൾ ഇതിൽ കർമ്മ ഇല്ല. അപ്പം നമ്മൾ ക്യാ രേഖ്ത ഹെ എന്ന് ചോദിക്കുന്ന സമയത്ത് സാമ്പ് എന്ന് മറുപടി പറയാൻ നമുക്കിവിടെ പറ്റില്ല. അപ്പോൾ അവിടെ വേറെ വല്ല പിന്നെ ബച്ച എന്നാണെന്ന് വിചാരിച്ചോ, ബച്ച രേഖ്ത ഹെ. അപ്പോൾ ക്യാ രേഖ്ത ഹെ ചോദിക്കുന്ന സമയത്ത് എന്താണ് എഴയണത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടി എന്ന് പറയാൻ പറ്റുമോ, ആരാണ് എഴയണതെന്നാണ് അതിനുള്ള ആൻസറാണ് വരിക. അപ്പോൾ സാമ്പോ ബച്ചോ എന്താണെന്നുണ്ടെങ്കിലും എന്താണ് അത് കർത്ത ആയിട്ടാണ് വരിക. ഇവിടെ കർമ്മില്ല. അടുത്തത് ഉസ്കി ബഹൻ സോ രഹി ഹെ. അവൻ്റെ സിസ്റ്റർ ഉറങ്ങുന്നു. അപ്പോൾ ഇവിടുത്തെ ക്രിയ എന്താണ്, സോ രഹി ഹെ, ഉറങ്ങുന്നു. അപ്പോൾ ക്യാ സോ രഹി ഹെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ, ഇല്ല. അപ്പോൾ കോൺ എന്ന് വെച്ചാലാണ് ഉസ്കി ബഹൻ എന്ന് വരിക. അപ്പോൾ ഉസ്കി എന്നുള്ളത് എന്താണ്, ഇവിടുത്തെ കർത്ത ആണ്. സോരഹി ഹെ ക്രിയയാണ്. അപ്പോൾ ഇതും അകർമ്മക്കാണ്, കർമ്മം ഇതിലും ഇല്ല. ദിയ ഫുട്ബോൾ ഖേൽത്തി ഹെ. അപ്പോൾ ഖേൽത്തി ഹെ എന്നുള്ളത് ക്രിയയാണ്. അപ്പോൾ ക്യാ ഖേൽത്തി ഹെ, ഫുട്ബോൾ ഖേൽത്തി ഹെ. അപ്പം ഇത് സകർമ്മക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്ക് പ്രത്യയ് ലഗാക്കർ ശബ്ദ ബനായിയെ. ഇക്ക് പ്രത്യയ് ആഡ് ചെയ്തിട്ട് വേർഡ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എൻഡിൽ ആഡ് ചെയ്യുന്നത്. ഉപസർഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പുതിയ വാക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, വിചാർ. വിചാറിൻ്റെ ഇക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് വിചാർ പ്ലസ് ഇക്ക് എന്താണ്, വൈചാരിക്. വിചാരിക് എന്ന് എഴുതാൻ പാടില്ല, വൈ മേലെ ഐൻ്റെ മാത്രം വരും, വൈചാരിക്. അതേപോലെ അടുത്തത് നീതി. നീതി പ്ലസ് ഇക്ക് നൈതിക്. നീതികല്ല നൈതിക്. ഇതിഹാസ് ഐതിഹാസിക്. ഐതിഹാസിക്. പ്രയോഗ് പ്രായോഗിക്. പ്രയോഗ് പ്ലസ് ഇക്ക് പ്രായോഗിക്. അപ്പോൾ പ്രയോഗിൽ പ്രാ കഴിഞ്ഞിട്ട് ആയിൻ്റെ മാത്രം ഇല്ല, പക്ഷേ നമ്മൾ ഇക്ക് ചേർത്തുന്ന സമയത്ത് പ്രാ എന്ന് എഴുതണം, പ്രായോഗിക്. അടുത്തത് സംസാർ സാംസാരിക്. അതിലും അതേപോലെ തന്നെ സം എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മാത്രമില്ല, അതിൻ്റെ മാത്രമില്ല അല്ലേ. ഇതിൽ ഇക്ക് ചേർക്കുന്ന സമയത്ത് സാംസാരിക്. അധികാർ ആധികാരിക്. അപ്പം ഇതിലും അതേപോലെ തന്നെ അധികാർ എന്നുള്ളതിൽ ഇക്ക് ചേർക്കുന്ന സമയത്ത് ആധികാരിക്.
ദിൻ ദൈനിക്. ദി എന്നുള്ളത് ദൈനാവും പിന്നെ പ്ലസ് ഇക്കാവുമ്പോൾ നിക് ദൈനിക്. എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.